എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പൃഥ്വിങ്കര ദേവി ക്ഷേത്രത്തെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അകത്തേക്ക് ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കുവാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഔട്ട്സൈഡുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലുള്ള ഷോളിംഗനല്ലൂർ എന്ന സ്ഥലത്തുള്ള ചെങ്കൽപ്പട്ട് എന്ന ജില്ലയിലാണ്. 1998 ശ്രീ പൃഥ്വിങ്കര സ്വാമികൾ സ്ഥാപിച്ച ചെന്നൈയിലെ ശ്രീ പൃഥ്വിങ്കര ദേവിക്ക് മാത്രമായി നിർമ്മിച്ച ആദ്യത്തെ ക്ഷേത്രമാണിത്. വടക്ക് വശത്ത് നിന്ന് പ്രവേശന കവാടമുള്ള ക്ഷേത്രം കിഴക്കോട്ട് ദർശനമാണ്. ക്ഷേത്രവും 2 നില രാജഗോപുരവും കേരള വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വടക്കേ പ്രവേശനത്തിനു തൊട്ടു പിന്നാലെയാണ് ശ്രീ വരാഹി അമ്മൻ സന്നദ്ധി. ഹൈന്ദവ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട ആദി പരാശക്തിയാണ് വരാഹി ദേവി അഥവാ വരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ദേവി എന്നറിയപ്പെടുന്നത്. സപ്തമാതാക്കളിലെ 5ാമത്തെ ഭഗവതി. പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ ഭക്തരിൽ വേഗം അനുഗ്രഹം ചൊരിയുന്ന ദേവിയാണ് വരാഹി എന്നാണ് വിശ്വാസം. വിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായി വരാഹിയെ ആരാധിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ വരാഹി അമ്മൻ്റെയും ശ്രീ പൃഥ്വിങ്കര ദേവിയുടെയും ചുറ്റും ഉപസന്നദ്ധികളുണ്ട്. ശ്രീ മന്ദര വരാഹി അമ്മൻ, ശ്രീ ആകൃഷ്ണ ശരഭരേശ്വരൻ എന്നിവരാണ് ഉപസന്നദ്ധികൾ. ഇതുകൂടാതെ നിരവധി ഉപപ്രതിഷ്ഠകളും ഉണ്ട്. അതായത് നാഗരാജൻ, ശനി ഭഗവാൻ, അയ്യപ്പൻ, ഗണപതി, ലക്ഷ്മി ഹൈഗ്രീവർ, ശിവശക്തികൾ, മഹാലക്ഷ്മി, ബാലമുരുകൻ, സൂര്യൻ, അങ്ങനെ നിരവധി ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. സിംഹത്തെ അഭിമുഖീകരിച്ച പൃഥ്വിങ്കര ദേവി സുഖാസനത്തിൽ ഇരിക്കുന്ന ഭാവത്തിൽ സിംഹത്തിൻ്റെ മേൽ വലതുകൾ താഴ്ത്തി ഉഗ്രരൂപത്തോടെ ഇരിക്കുന്നു. വലതുവശത്ത് ഒരു ശൂലം. ശ്രീ പൃഥ്വിങ്കര ദേവിയെ പ്രാർത്ഥിച്ചാൽ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ഭയവും നീങ്ങുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ്. പരമശിവൻ്റെ 3ാം കണ്ണിൽ നിന്നും ഉത്ഭവിച്ച പൃഥ്വിങ്കര ദേവി പാതി മനുഷ്യൻ്റെയും പകുതി സിംഹത്തിൻ്റെയും രൂപമെടുത്തതായി വിശ്വസിക്കപ്പെടുന്നു. ഹിരണ്യകശിപ് എന്ന അസുരനെ വധിച്ചതിനെ തുടർന്ന് കോപാകുലനായ നരസിംഹസ്വാമിയുടെ കോപം ശമിപ്പിക്കുവാൻ എല്ലാ ദേവന്മാരും ശിവനോട് അഭ്യർത്ഥിച്ചുവെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. 3 ശക്തികൾ, അതായത് പാർവതി, മഹാലക്ഷ്മി, സരസ്വതി എന്നിവരെ വിളിച്ച് ശരഭരേശ്വരനായി പരമശിവൻ അവതാരമെടുത്തു. എന്നാൽ ഗണ്ഡഭരണ്ടയുടെ രൂപം സ്വീകരിച്ച നരസിംഹസ്വാമിക്കെതിരെ പോരാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ പാർവതീദേവി പൃഥ്വിങ്കരയായി പ്രത്യക്ഷപ്പെടുകയും ശരഭരേശ്വരനും ഗണഭരണ്ടയും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിക്കുകയും ചെയ്തു. പരമശിവൻ, വിഷ്ണു, പാർവതി ദേവി എന്നിവരുടെ ശക്തികൾ ആണ് ആ ദേവിക്ക് ഉണ്ടായിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നരസിംഹി അല്ലെങ്കിൽ നരസിംഹിക എന്ന പേരിലും പ്രചാരമുള്ള ദേവിയുടെ ബന്ധപ്പെട്ട മറ്റ് പുരാണ കഥകളും ഉണ്ട്. ഇവിടെ ക്ഷേത്ര ദർശനത്തിന് പ്രവേശന ഫീസില്ല. ക്ഷേത്രം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. ഞായറാഴ്ചകളിൽ ക്ഷേത്രം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8:30 വരെയും തുറന്നിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഒരു പുതിയ വീഡിയോ ചെയ്യും വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.